നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ നമുക്ക് ടൈം പാസ്സാവുന്നത് മനസ്സിലാവില്ല. പക്ഷേ ചില സമയത്ത് അതിശയം തോന്നാറുണ്ട്. നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞതാണെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾ പെട്ടെന്ന് പോയിരിക്കുന്നു. പിന്നെ യു ആസ്ക് മീ വെദർ ഐ എം ഹാപ്പി. ഹാപ്പി പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഐ എം ഹാപ്പി. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. പിന്നെ സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചാൽ നോ ആക്ടർ ഇസ് സാറ്റിസ്ഫൈഡ്. അത് ലോകത്തെ ഏറ്റവും വലിയ ആക്ടർ ലാൽ സാറിനോടും മമ്മൂക്കയോട് ചോദിച്ചാലും അദ്ദേഹം അവരൊക്കെ പറയാം ഇനിയും അവർക്ക് എന്താ പറയുക അവാർഡ്സ് ഇത് മാത്രമല്ല നല്ല ക്യാരക്ടേഴ്സിനുള്ള വെറി അത് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവും. അപ്പോൾ ഐ ഫീൽ കൊതി തന്നെയാണ്. അതൊരു എന്താ പറയുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അൺഎൻഡിങ് പാഷനാണ്. അപ്പോൾ അതുപോലെ എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഐ തിങ്ക് ഐ ആം സ്റ്റിൽ എൻ്റെ ജേർണി മിഡ് വേ പോലും എത്തിയിട്ടില്ല എന്നൊരു തോന്നൽ. നമ്മൾ ഒരു ഫാമിലിയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാൾ ഇതേപോലെ മൂവി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി മീഡിയ ഇതിലോട്ടൊക്കെ പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഫാമിലിയിലാണെങ്കിലും എല്ലാ ഫാമിലിയിലും ഒന്നും ഫുൾ സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല. ലൈക്ക് അവർ യൂഷ്വലി കണ്ടുവരുന്ന ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിരിക്കും പറയുന്നത്. അന്ന് ആ കാലത്ത് എങ്ങനെ ചേട്ടൻ ഫാമിലിനെ കൺവിൻസ് ചെയ്തു? ലൈക്ക് ദേ വെർ ഓൾ സപ്പോർട്ടിങ് ആണോ? എങ്ങനെയായിരുന്നു? വളരെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഇതൊരു ഭംഗിവാക്കിന് വേണ്ടി പറയല്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇസ് എ ഡോക്ടർ, ഐ മീൻ വാസ് എ ഡോക്ടർ. മൈ ഫാദർ ഈസ് എ ഡോക്ടർ. എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ ഡോക്ടേഴ്സാണ്. അതിലൊരാൾ പ്രൊഫസറാണ്. എൻ്റെ അച്ഛൻ്റെ ഒരു അനിയൻ സയൻറ്റിസ്റ്റാണ്. പക്ഷേ ഒരു പ്രാവശ്യം പോലും അച്ഛൻ ഇത് തന്നെ ചെയ്യണം എന്നെടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ലൈഫിൽ എപ്പോഴും അച്ഛൻ പറഞ്ഞത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നീ ചെയ്താലേ നീ സക്സസ്ഫുൾ ആവുള്ളൂ. സോ ഡു വാട്ട് യു ലവ് ഡൂയിങ് എന്നാണ്. അപ്പോൾ മേ ബി സർപ്രൈസ് ആയിട്ടുണ്ടാവും. ബിക്കോസ് എല്ലാവരും ക്രിയേറ്റീവ് സൈഡിലേക്ക് ഇൻക്ലൈൻഡ് ആണ്. അമ്മ ഇസ് എ സിംഗർ, എന്താ ഡാൻസർ, നല്ലൊരു എന്നെ മോണാക്ടൊക്കെ പഠിപ്പിച്ച അമ്മ തന്നെയാണ്. അസാധ്യ ഡാൻസറാണ്, നന്നായിട്ട് പാടും. എൻ്റെ ആണ്ട് അതേപോലെ റാണി ആൻറ്റി എന്ന് പറയും ചാന്ദിഷ്മുണ്ട്, അവരും ഭയങ്കര അസാധ്യമായിട്ട് പാടും. അന്ന് സ്റ്റാർ നൈറ്റിനും അവാർഡ് നൈറ്റിനൊക്കെ പാടുന്ന ആളായിരുന്നു. ഫാമിലിയിൽ ആർട്ട് ഉണ്ടെങ്കിലും ആരും അത് പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല. ഞാനായിരുന്നു ആദ്യത്തെ ആള്. പക്ഷേ സപ്പോർട്ട് ഉണ്ടായിരുന്നു ചോദിച്ചാൽ യെസ് 101% സപ്പോർട്ട് ചെയ്തു. അവർക്ക് വിഷമം, അവർക്ക് ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവർ എനിക്ക് കാണിച്ചിട്ടില്ല. ഫാമിലിയിലെ സപ്പോർട്ട് എങ്ങനെയാ ഇപ്പോ? വൈഫ്, മക്കൾ, അവരുടെയൊക്കെ മൈക്ക് മക്കളൊക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നോട്ട് ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ്, ആഫ്റ്റർ ഹാവിങ് മൈ ചിൽഡ്രൻ. ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇൻഡസ്ട്രിക്ക് വരുന്നത്. ബിക്കോസ് ഞാൻ 10 years ഫാമിലി ബിസിനസ് നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ 10 years കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ അന്ന് മുതലേ വൈഫിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ കുട്ടികളുടെ സപ്പോർട്ട് ഇല്ലാതെ ഞാൻ ഇവിടെ ഇരിക്കില്ലല്ലോ. ഇപ്പം ചേട്ടൻ്റെ ഫാദർ ചേട്ടനോട് പറഞ്ഞ ആ ഒരു സെയിം എന്താ ഉപദേശങ്ങൾ തന്നെയാണോ മക്കൾക്കും കൊടുക്കുക? ഡെഫിനറ്റ്ലി യു ലേൺ ഫ്രം എന്താ പറയുക ലൈഫ് അല്ലേ. അപ്പോൾ ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല. എൻ്റെ വൈഫ് ആയിക്കോട്ടെ ഫോഴ്സ് ചെയ്തിട്ടില്ല. പക്ഷെ അവരും ഇതേ പറഞ്ഞ പോലെ തന്നെ മോനും അതെ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ട്വിൻസ് വന്നിട്ട് അസാധ്യ ഡാൻസേഴ്സാണ്. അവർ യൂണിവേഴ്സിറ്റി ടീമിൽ നാഷണൽ ലെവൽ വരെ പോയിട്ടുള്ള ആൾക്കാർ. പക്ഷെ അവരുടെ പാഷൻ ഇതല്ല, അവരുടെ പാഷൻ വേറെ തന്നെയാണ്. അപ്പോൾ അവരുടെ പാഷൻ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് ഡു വാട്ട് യു ലവ് ഡൂയിങ്. ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് എല്ലാവർക്കും നല്ല സൗഹൃദങ്ങൾ ഒരുപാട് ഉണ്ടാവും. ഇവിടെ ചേട്ടൻ്റെ നല്ല സൗഹൃദം ആരാ? ഒരാളല്ല, കുറച്ച് ആൾക്കാർ പറയേണ്ടി വരും. പക്ഷെ അതിൽ ഏറ്റവും അധികം പ്രകടമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഞാനും സാജൻ സൂര്യയും അരുണും വി ആർ ഒരു ട്രയോ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫിലിം കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രയാണത്തിലാണ് നമ്മൾ നടക്കുന്നത്. അതിൻ്റെ സ്ട്രഗിളിലാണ് നടക്കുന്നത്. പക്ഷേ ഒരുപാട് നല്ല ബഡായ് ബംഗ്ല ആര്യ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, സോനു ക്ലോസ് ഫ്രണ്ടാണ്, സൗപർണിക ക്ലോസ് ഫ്രണ്ടാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങൾ 3 പേര് കൂട്ടാണ്, ഞാനും സാജനും അരുണും. സാജൻ സൂര്യ ചേട്ടന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് സ്റ്റിൽ ഓർമ്മ വരുന്നത് നിങ്ങളുടെ ടവൽ ഡാൻസ്. സാജൻ സൂര്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ വരുമല്ലോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഐക്കോണിക് ടവൽ ഡാൻസ് ഇപ്പം പോലെ നമ്മളൊരു ടവൽ ഇട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ടവൽ ഡാൻസ് ഓർമ്മ വരും. ലൈക്ക് അത് എവിടുന്ന് കിട്ടിയ അത്ര ഗട്ട്സ്? ലൈഫ് ഈസ് ഓൾ അബൌട്ട് എക്സ്പെരിമെൻറ്റിങ്. പിന്നെ നമ്മൾ സംശയിച്ച് മടിച്ചിരുന്നു പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. അത് ഈ പ്രൊഫഷൻ എന്നല്ല, ഏത് പ്രൊഫഷനിലും സക്സീഡ് ചെയ്ത ആൾക്കാരൊക്കെ എന്തെങ്കിലും റിസ്ക് എടുത്തിട്ട് സക്സീഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു ജീവൻ മരണ റിസ്ക് ഒന്നും ആയിരുന്നില്ല. പക്ഷെ വലിയൊരു ക്രൗഡ് ഡെഫിനറ്റ്ലി. പക്ഷെ അതിലും ഞങ്ങൾക്കൊരു ചാലഞ്ച് ഫീൽ ചെയ്ത് എന്താ പറഞ്ഞാൽ, ചാനൽ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ആദ്യത്തെ പ്രാവശ്യം അല്ലല്ലോ. ചെയ്തിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, US-ഉം ഫ്രാൻസിലൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ പ്രൊഫഷണൽ ആക്ടേഴ്സ്. ഇവിടെ ആദ്യമായിട്ടാണ് പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആയിരുന്നു. ഈ ആദ്യമായിട്ടാണ് പ്രൊഫഷണൽ ആക്ടേഴ്സ് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ പറഞ്ഞതാണ് ഇതുവരെ ആക്ടേഴ്സ് ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. കേരളത്തിൽ നമ്മൾ വേറെ ആരും ചെയ്തത് കണ്ടിട്ടില്ല. കേരളം എന്നല്ല, ഇന്ത്യയിൽ തന്നെ ആക്ടേഴ്സ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അതായത് 2 പേരുമായിട്ട്, അതായത് രൺവീർ കപൂർ ടവൽ മാത്രം ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇതുപോലെ എക്സ്ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഡാൻസ് ചെയ്യുന്ന ആദ്യത്തെ ആൾക്കാർ ഞങ്ങൾ തന്നെ. ഇതിന്റെ പ്രാക്ടീസിങ് ടൈമിൽ
സ്റ്റിൽ മെമ്മറിയിലുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? അയ്യോ, അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള തമാശകൾ തന്നെ ഓർമ്മയുള്ളൂ. അതായത് ടവൽ പകുതി സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡോണ്ട് വറി, നിങ്ങളും വറി ചെയ്യേണ്ട, ബിക്കോസ് അതിൽ കൃത്യമായിട്ട് നമ്മൾ പ്രോപ്പർലി കവേർഡ് ഡീസൻറ്റും ആയിരുന്നു. പക്ഷെ ആൾക്കാർക്ക് തോന്നണം വി ആർ നോട്ട് യൂസിങ് എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു അതിന്റെ ടെക്നിക്ക്. അതെ, ആളുകളെ പിന്നെ അങ്ങനെ ആക്കാൻ ഇല്ലെങ്കിൽ സ്റ്റേജിൽ ബാക്കിലുള്ള ആങ്കറൊക്കെ തലചുറ്റി വീഴില്ല. അതെ 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 അതെ. അന്ന് ഒരുപാട് മെസ്സേജസും കോൾസും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ടും വന്നിട്ടുണ്ട്, നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ദാറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. എല്ലാവർക്കും എല്ലാം ഇഷ്ടമാവണമെന്നില്ലല്ലോ. ലോകത്തെ ഏതൊരു പ്രോഡക്റ്റ് വന്നാലും അതിനെപ്പറ്റി പോസിറ്റീവായിട്ട് പറയാൻ നെഗറ്റീവായിട്ട് പറയാൻ ആൾക്കാരുണ്ട്. അത് രണ്ടും ഒരേ മനസ്സോടെ സ്വീകരിക്കാനുള്ള ഒരാളായിരിക്കണം ആർട്ടിസ്റ്റ്. നമുക്ക് നല്ലത് മാത്രം കേട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഐ വിൽ ടെൽ യു വെരി ഫ്രാങ്ക്ലി 90% നല്ലതായിരുന്നു. ഒരു 10%, 1%, 2% ഉണ്ടാവുമല്ലോ നെഗറ്റീവ്. ചലത്താ ഹൈ, നോ പ്രോബ്ലം. അതുപോലെ തന്നെ ചേട്ടനെ പണ്ട് മുതലേ നമ്മൾ ശ്രദ്ധിക്കുന്ന ചേട്ടൻ കുറേ ലാംഗ്വേജസ് കൈകാര്യം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഏതൊക്കെ ലാംഗ്വേജസ് ആണ്? അതിന് അതിൻ്റെ റീസൺ പറയാം. അതായത് അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ബിക്കോസ് ജീവിത സാഹചര്യം കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ബിക്കോസ് ഞങ്ങൾ ബേസിക്കലി മംഗലാപുരംകാരാണ്, ഉടുപ്പി. അപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നത് തുളുവാണ്. പക്ഷെ അവിടെ മംഗലാപുരത്തൊക്കെ പോയ തുളു മാത്രം അറിഞ്ഞാൽ പോരാ, കന്നഡയും കൂടി അറിയണം. ജനിച്ചതും ജീവിച്ചതും വളർന്നതും പാലക്കാടാണ്. അപ്പോൾ വെള്ളം പോലെ മലയാളം പറയും. അപ്പോൾ പാലക്കാട് ഈസ് ബോർഡർ ടൗൺ. അപ്പോൾ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് തമിഴ് ആൾക്കാരായിട്ട് ഞങ്ങൾ ഡീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്ലുവൻ്റ് ആയിട്ട് തമിഴും പറയും. സ്കൂളിലേക്ക് പോയതുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും, അങ്ങനെ 6 ഭാഷ സംസാരിക്കും. അടിപൊളി. ഇതില് എന്താ പറയാ, ഏറ്റവും കംഫർട്ടബിൾ എന്തായാലും മലയാളം ആയിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിൾ മദർ ടങ് ആയിരിക്കും എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ. തുളു ആയിരിക്കും. ബിക്കോസ് ഞാൻ ആദ്യം പഠിച്ചത് തുളുവാണല്ലോ, പിന്നീടാണല്ലോ ഞാൻ മലയാളത്തിലേക്ക് വന്നത്. അതെ 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 അതെ. തുളു അത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും എല്ലാവരും. എൻ്റെ വൈഫ് ഇസ് എ മലയാളി, പക്ഷെ കല്യാണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഫ്ലുവൻ്റ് ആയിട്ട് തുളു പറയും. അടിപൊളി. എങ്ങനെയാ ചേട്ടാ തുളുവിൽ നമ്മളിപ്പോൾ ഒരു മൂവി വേൾഡിലെ പ്രേക്ഷകരെ ഒന്ന് വെൽക്കം ചെയ്യുന്നത്? ಮಂತೆ ರೆಗ್ಲ ಈ ಇಂಟರ್ವ್ಯೂಗೆ ಇಂಕ್ಲೇಗೆ ಸ್ವಾಗತ. ಇಂಕ್ಲೇಗೆ ಒಂದು ಇಂಟರ್ವ್ಯೂ ಇಷ್ಟ ಆಪನದು ಎಣ್ಣೊಂದು ತುಳ್ಳೆ ಏನು ಪಾತೆರ್ಪನ ಉಡುಪಿಡು ಪಾತೆರ್ಪನ ತುಳು ಕುಡ್ಲಡು ಪಾತೆರ್ಪನ ತುಳು ಅಣ್ಣ ഞാൻ ഇജ്ജി ബോഡ്ച്ചിന്ന് വന്ന പണോടാവും ഇംഗ്ലേക്ക് 2 അർത്ഥവും തെണ്ണു ഞാൻ പറഞ്ഞത് പറയാം. അതായത് തുളുവിൽ 2 ടൈപ്പ് തുളുവുണ്ട്. അത് ഉടുപ്പി സൈഡിൽ സംസാരിക്കുന്ന തുളു, മംഗലാപുരത്ത് എനിക്ക് 2 വഴങ്ങും. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗത എന്നുള്ള വാക്ക് സാൻസ്ക്രിറ്റ് വാക്ക് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ പക്ഷേ ഈ 2 തുളു എനിക്ക് വഴങ്ങും എന്നുള്ളത് തുളു അറിയാവുന്ന ആൾക്കാരോട് പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കുമ്പോഴും, സീരിയലും ഇൻഡസ്ട്രി എല്ലാം അവിടെ നിൽക്കുമ്പോഴും, ഇതൊന്നും അല്ലാണ്ട് ആർക്കും അറിയാത്ത രാജേഷ് ഹെബ്ബാറിന്റെ ഒരു ഹോബി അല്ലെങ്കിൽ ഒരു സ്കിൽ എന്തായിരിക്കും? ആർക്കും അറിയാത്തത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അല്ല, കൂടുതൽ അറിയാത്തത് മേ ബി ഞാൻ മാർഷൽ ആർട്സ് ട്രെയിൻഡ് ആണെന്ന്. പക്ഷെ അത് ഇപ്പം അറിയാൻ തുടങ്ങി. ഞാൻ നൻചാക്ക് കുറച്ച് രസത്തിന് വേണ്ടി ഞാൻ ഇട്ടു. അത് സത്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആക്ടേഴ്സ് ഓരോ കാര്യം ചെയ്യുന്ന അവർക്ക് സ്കില്ല് അറിയുന്നത് ഇൻഡസ്ട്രി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മാർഷൽ ആർട്സ് ട്രെയിൻഡ് ആണെന്നും ഞാൻ എന്താ പറയുക ഫിസിക്കലി കേപ്പബിൾ ഓഫ് ഡൂയിങ് ഗുഡ് ആക്ഷൻ സീൻസ് എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നപ്പോഴാണ് കുറച്ച് ആൾക്കാർ അറിഞ്ഞത്. അത് ഇവരെ ആർക്കും അറിയില്ലായിരുന്നു.